മഹി, നിന്റെ അച്ഛൻ എപ്പോൾ വരും? അച്ഛൻ വരും, നിങ്ങൾ പൊക്കോ. ഞങ്ങൾ എന്തായാലും പോകുന്നില്ല, നിന്റെ അച്ഛൻ വന്നിട്ട് പോവാം. വേണ്ട, നിങ്ങൾ പൊക്കോ. അഭി തിരിച്ചു വരും. ഇനി പാലൊന്നും മേടിക്കാൻ വരും. പറ്റുവാണെങ്കിൽ പേടിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് നിന്നോട് ഇതിൽ കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല. നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഇന്നലെ സംസാരിക്കാൻ താല്പര്യമില്ല. മഹി, ഓ, ഇപ്പൊ ഈ റിമോട്ട് വേണോ വേണ്ടേ അത് പറ. എനിക്ക് വേണ്ട എന്റെ റിമോട്ട് ടി വി കൊണ്ട് പുഴുങ്ങി തിന്നു നീ ടി വി. നീ കരയുന്നു നീ? സന്തോഷമില്ല. ആ അമ്മ, അമ്മ എന്തേടെ? വെള്ളം ചൂടാക്കണ ആർക്ക്? അച്ഛനാ? ഓ, അമ്മ അച്ഛന് വെള്ളം ചൂടായിക്കൊണ്ടിരുന്നോ? നിങ്ങൾ സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ നിങ്ങൾക്ക്? എന്നെ കല്യാണം കഴിച്ച് വിട്ടാൽ മതിയല്ലോ.
കാര്യം കഴിഞ്ഞില്ലേ? വിളിക്കുക ഒന്നും ചെയ്യൂല. ഞാൻ എന്തിനാ അമ്മയുടെ ദേഷ്യപ്പെട്ടത്? അമ്മ ഒന്നുമില്ല അമ്മ, കൊറേ നാളായില്ല അമ്മയുടെ ദേഷ്യപ്പെട്ടിട്ട്. അതാ നമ്മൾ എത്ര നാളായി വഴക്കിട്ടിട്ട്, അതുകൊണ്ടാ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ആ അമ്മ, പിന്നെ അമ്മ ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് അമ്മ. ഞാൻ വിളിക്കാം. ശരി അമ്മ, ശരി. അച്ഛനടുത്ത് പറഞ്ഞേക്കേ. ആദിടാ, നീ എവിടെ ഇപ്പോ? വീട്ടിലുണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാടാ. ആ ശരിയടാ, ശരി, ഓക്കെ. എന്താടാ കുടിക്ക്? ആദി, നിന്റെ പരിചയത്തിൽ ആരെങ്കിലും കോയമ്പത്തൂരുണ്ടോ? കോയമ്പത്തൂർ ഒന്ന് തപ്പി നോക്കണോടെ, എന്തോ കാര്യം എന്തുവാ? എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി നോക്കാനടാ. അവിടെയാണെങ്കിൽ അവന് വല്ലപ്പോഴും കാണുകയെങ്കിലും ചെയ്യാമല്ലോ. നീ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആ പോയിന്റിൽ തന്നെ എത്തിയോ? എടി, നിനക്ക് അവിടെ സമാധാനം കിട്ടുന്നില്ല പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് നിന്റെ മൂഡ് വീണ്ടും മാറുന്നില്ലല്ലോ. അതൊരിക്കലും മാറൂല ആദി. എനിക്ക് എവിടെ പോയാലും എനിക്ക് അവയെ മറക്കാൻ പറ്റൂല. ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. അല്ല, നീ എന്തിനാ വിഷമിക്കുന്നത്? ഹസ്ബൻഡിനെ പിരിഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഭാര്യ ഒന്നല്ലല്ലോ നീ. എത്രയോ പേര് ഈ ആർമിയിലും ഗൾഫിലൊക്കെ പോയി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭാര്യമാരൊക്കെ ഒറ്റപ്പെട്ടല്ലേ ജീവിക്കുന്നത്. എടി, അവരെ പോലെ അല്ല ഞാൻ. അവർക്കാണെങ്കിൽ ഭാര്യ എന്നുള്ളൊരു ഉറപ്പെങ്കിലും ഉണ്ട്. എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പില്ല. അതെന്താ? ഞാനും അഭിനെ ഒരുമിച്ച് ജീവിക്കുന്നു, അത് ഡിവോഴ്സ് ആവുന്നൊന്നും എനിക്കറിയില്ല. എന്താ നിന്റെ മനസ്സിലുള്ള? ആദി, എനിക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂല. അവനോ? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ഭാര്യ എന്നുള്ള ഒരു അവകാശവും എനിക്ക് അവൻ തന്നിട്ടില്ല. എന്നാ നിനക്ക് ഈ കാര്യം അവനോട് തുറന്നു ചോദിച്ചൂടെ? അതെനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് എല്ലാ ആൾക്കാരുടെയും മെയിൻ പ്രോബ്ലം, പ്രേമിക്കുന്നവരുടെ. ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാം പോയിന് ശേഷിരുന്ന് വിഷമിച്ചെടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് അവന് വേണമെങ്കിലും ചോദിക്കായിരുന്നല്ലോ. ഇടയിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ആവണം മതി. ചുമ്മാ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ലവേഴ്സിൻ്റെയും പ്രശ്നമാണ് ഈ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യത്തില്ല. എന്നിട്ട് ആരാദ്യം പറയുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കും. എന്തിനാണ് ഇതൊക്കെ? എടി, ഞാൻ എന്തെങ്കിലും അവൻ്റെ അടുത്ത് ചോദിച്ച പിന്നെ അവൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞ പിന്നെ എനിക്കത് താങ്ങൂല. എടാ, എന്താണെങ്കിലും ഫേസിനുള്ള ചങ്കുറ്റം വേണം, അല്ലാണ്ട് ഒന്നും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. നീ ഇപ്പം നോക്ക്, എൻ്റെ ലൈഫ് എന്നെ എടുത്ത് നോക്ക്. സംഗീതനോട് ഞാൻ എൻ്റെ ഇഷ്ടക്കേട് പറയാണ്ടിരുന്നെങ്കിൽ അവൻ്റെ ലൈഫിൽ ഭയങ്കര നല്ല പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് അല്ലേ വേസ്റ്റായി പോകുന്നത്. നീ ഇതിപ്പോൾ എന്താ പറയുന്നത്? എടി, ജീവിതം സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ്, അല്ലാണ്ട് നീ ആവശ്യമില്ലാണ്ട് ഈഗോ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളൊന്ന് മനസ്സുറന്ന് സംസാരിക്കും. എടി, എന്ന് ഞാൻ ഇപ്പം അവനെ വിളിച്ച് ചോദിച്ചാലാ? ഇപ്പോഴാ? അവനാദ്യം ഒന്ന് ഇറങ്ങട്ടെടേ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. എന്തെങ്കിലും നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാം. വേണ്ടടാ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ, നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ടൊക്കെ വരാം. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അപ്പോൾ നിന്റെ മൂഡൊക്കെ ഒന്ന് ശരിയാവും. അപ്പോൾ ശരി, ഞാനേ റെഡി ആയിട്ട് വരാം, നീ ഇവിടെ നിൽക്കുക കേട്ടോ. എടി, സംഗീതം ഇപ്പോൾ വിളിക്കൊണ്ടോ? സംഗീതോ? അവൻ വിളിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഫോണിൽ എടുക്കില്ലെന്ന് അവൻ അറിയാം. പിന്നെന്തോ കുറേ മെസ്സേജൊക്കെ അയക്കും. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എസ് ഒക്കെ എഴുതത്തില്ല, അതേപോലെ അവനും ഇതേപോലെ വേറൊരു വട്ടാണ്. നീ നിൽക്കുക, ഞാൻ പോയിട്ട് വരാം.
ജിബി അളിയ നീ എവിടെ? ഇല്ല, ഞാൻ ഇവിടെ കവടിയാർ പാർക്കുണ്ടല്ലോ അവിടെ നിൽക്കുന്നത്. മഹിനാണ്ട് ഇവിടെ ഇരിക്കുക തന്നെ. ഒറ്റയ്ക്കല്ല, അവളെ മറ്റേ കൂട്ടുകാരുണ്ടല്ലോ ആദ്യ ആ പെണ്ണിൻ്റെ അവിടെ നിൽക്കുന്നത്. ഓ എടാ, ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും വരാൻ പറ്റൂല. എടാ, മറ്റേ പ്രാന്തം വല്ലോ കണ്ട പിന്നെ വേറെ വല്ല പ്രശ്നവും അതൊന്നും ശരിയാവൂല. ഇല്ല എന്നെ കണ്ടില്ല. ഓ നീ ഒരു കാര്യം ചെയ്യ്, നീ സൗമ്യനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് പെട്ടെന്ന് വാ. പോണ്ടേ അങ്ങോട്ട്? നീ വിളി ഇറങ്ങുമ്പോ വിളി. നീ ഇവിടെ മുന്നേ വന്നിട്ടുണ്ടോ? അബിയുടെ കൂടെ. അന്ന് ഇവിടെ നിറയെ പൂക്കളായിരുന്നേ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എൻ്റെ ലൈഫ് പോലെ നിറയെ കാട് പിടിച്ച് കിടക്കാം. എന്തൊരു ഫിലോസഫി ആടി. കാട് പിടിച്ചല്ലേ, അത് നമുക്ക് വെട്ടി ക്ലിയർ ആക്കാം. നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവൂലടാ. അത് നീ പറഞ്ഞേ കറക്റ്റ് ആടി. എനിക്ക് ഈ ലവും മണ്ണാങ്കെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അല്ല, നിനക്കെന്താ ഈ ലവിനോട് ഇത്ര ദേഷ്യം? നീ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേന്ന് കണ്ടായിരുന്നോ? ശരിയാ, അത് നിന്നോട് ചോദിക്കാതിരിക്കുന്നു. അവരെവിടെ പോയി? അവരൊക്കെ അവിടെ തന്നെ ഉണ്ടടാ, 2 പേര് 2 റൂമിൽ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, എത്ര തന്നെ. അതെന്താ അങ്ങനെ? അറിയില്ലടാ, എനിക്കൊരു 10 വയസ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അവരപ്പോഴേ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. നിന്നെപ്പോലെ ലവ് മാരേജ് ആയിരുന്നു അവർ. ഞാൻ കാണുമ്പോഴൊക്കെ 2 പേരും 2 റൂമിലൊക്കെയാണ്. പിന്നെ എന്താണ്, അവർക്ക് ആകെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. മേ ബി ഈ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ടായിരിക്കും എനിക്ക് ഈ ലവിനോടും മാരേജിനോടൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ലാസ്റ്റായിട്ട് ഇവിടെ വന്നത് അച്ഛനമ്മയുടെ കൂടെ. അപ്പോൾ എൻ്റെ ലൈഫ് പോലെ തന്നെ നിൻ്റെത് കാട് പിടിച്ചടക്കാണല്ലേ? അയ്യേടാ, അതിനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല. അതിലല്ല ഞാൻ ഈ കാടും മലയൊക്കെ കയറി നടക്കുന്നത്. എന്തായാലും നിൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ ഇന്നിനിപ്പോൾ നീ വീട്ടിൽ പോണ്ട, എൻ്റെ വീട്ടിൽ സ്റ്റേ അടിക്കാം. അത് വേണ്ട. രാത്രി അഭി വരുമ്പോഴേ വാതിൽ തുറന്നിട്ടില്ലെങ്കിലേ അവൻ നല്ല ദേഷ്യം വരും. നീ എന്തോ ഈ പറയുന്നത്? അവനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുവല്ലേ, പിന്നെ എങ്ങനെ വരാനാ രാത്രി? അവൻ പോവില്ലടി, അവൻ രാത്രി വരും. എൻ്റെ മനസ്സ് പറയാ, അവൻ വരും. ഇതൊക്കെ നിന്റെ വെറും തോന്നല. തോന്നലൊന്നുമല്ല, അവൻ വരും. നീ വന്നേ, എനിക്കൊന്ന് വീട്ടിലാക്കി, എന്നെ ഒന്ന് വീട്ടിലാക്കി, പെട്ടെന്ന് വാ 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 വാ. പ്രിയ കലാസ്നേഹികളെ, ചികിത്സാ ധനസഹായ നിധിയുടെ ഭാഗമായി കുറച്ച് പൈസ ശേഖരിക്കുന്ന ഒരു കലാപരിപാടിയായിട്ട് കൂട്ടണ്ട. കുറേ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗാനവുമായി എത്തിയിരിക്കുകയാണ്. ആദ്യമായി കന്മദം എന്ന ചിത്രത്തിൽ നമ്മളുടെ ഏറെ പ്രിയപ്പെട്ടനായ ശ്രീ അവതരിപ്പിച്ച് കന്മദം എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഞാനിവിടെ ആലപിക്കാൻ തോന്നുന്നു. ചികിത്സാ ധനസഹായം പാവപ്പെട്ടൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് നന്നായി പോകാൻ വേണ്ടി പരിപാടി. പാട്ടാണോ? അതെ, ചെറിയ ഗാനം ഒക്കെ ആലപിക്കും. ഞാൻ ചെറുതായിട്ട് പാടും. ഹലോ, ഇല്ലല്ലോ ഇതിൽ മൈക്ക്. അല്ല, അത് ഞാൻ ഓഫാക്കി ചെറുതായിട്ട്. ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ. ഹലോ, നന്നായിട്ട് പാടുന്നു. ശരി. ഞാൻ ഡോക്ടർ സാജു. എല്ലാവരും ഈ പാവപ്പെട്ടവരെ സഹായിക്കണം. പാട്ട് നല്ലതാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം കേട്ടോ. ഞാൻ 10 രൂപ സഹായിച്ചിരിക്കുക. എൻ്റെ കൈ നീട്ടം ഭയങ്കര നല്ലതാണ്. ഓക്കെ, 10 പാട്ട്. പ്രിയമുള്ള കലാസ്നേഹികളെ, കന്മദം എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ അവതരിപ്പിച്ച ഒരു ഗാനം ഞാൻ ഇവിടെ ആലപിക്കാൻ പോവുകയാണ്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ ആളിയാ, നീ ഇവിടെ ഉണ്ടായിരുന്ന ആളിയാ? എന്തോന്നിത്? വെറുതെ ഒരു ചികിത്സാ ധനസഹായം പറഞ്ഞ പരിപാടിയായിട്ട് ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആർക്ക് ചികിത്സ? നമുക്ക് അറിയാവുന്ന കുറച്ച് കുടുംബങ്ങൾക്ക്, ഫാമിലി കുറച്ച് പരിപാടി. ഏത് കുടുംബം? നമുക്ക് അറിയാവുന്ന കുറച്ച് കുടുംബം. നമ്മുടെ കൂട്ടുകാരൻ്റെ കുടുംബം. കുറച്ച് ഏത് കൂട്ടുകാരൻ? അറിയാവുന്ന ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ. പേരില്ലേ എനിക്ക്? നിനക്കാ? എനിക്ക്. നിനക്കെന്തിനിപ്പം ചികിത്സാ സഹായമൊക്കെ? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് വിശപ്പിന് കുഴപ്പമില്ലേ? കഷ്ടോടാ. അല്ല, ഇതൊക്കെ ഉള്ള 10 രൂപ കിട്ടി. ഇപ്പം ഇങ്ങോട്ട് നിന്ന് കയറി നിന്ന് പാടിയപ്പോഴേ 10 രൂപ. ഒരു കാര്യം ചെയ്യ്, ഞാനും കൂടെ നമുക്കൊരു സഹായമാവുമല്ലേ? സഹായത്തിന് കൂടെ കൂടിയോ? ഇവിടെ നിന്നോ മൈക്കൊക്കെ പിടിച്ച് നിന്നോ വേണം തരാം. അതൊന്നും കുഴപ്പമില്ല, ഒരു ബിരിയാണിയുടെ പൈസ തന്നാൽ മതി. അളി, ആകെ ഇതിനകത്ത് കിട്ടുന്നത് ഒരു ബിരിയാണിക്കുള്ള പൈസയാണ്. അത് എൻ്റെ വിശപ്പടക്കാൻ പോലും എനിക്ക് തികയുന്നില്ല. പിന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. നീ ഇവിടെ വന്ന് നിനക്ക് ബിരിയാണി കഴിച്ചാൽ എൻ്റെ ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാടാ നാട്ടുകാരെ പറ്റി ജീവിക്കാൻ. എടാ വല്ല പണിക്കോടാ. അല്ല, ഈ പറയുന്ന സാറിന് എന്താണ് പണി?
നിന്റെ അടുത്ത് ഞാൻ അല്ല, വന്നേ അവിടെ വെച്ച് പറഞ്ഞാണ് പണിയൊന്നും എനിക്കിട്ടുണ്ടാക്കല്ലേ ഇല്ല ഓക്കെ ഓക്കെ പാടിക്കോളാം. പിടിച്ചോ സഹായം പാട്ടുണ്ട് സഹായം. നീ കന്യാസം തൂക്കിക്കൊണ്ടിരുന്നോ ഞാൻ പോണ്. അല്ല സഹായിച്ചിട്ട് പോ. നിനക്ക് തണുക്കുന്നുണ്ടേ? പിന്നെ അറിയാ 2 ദിവസത്തിനുള്ളിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് നേരെ കോയമ്പത്തൂർക്ക് പോകണം നമുക്ക്. ആ ചെറുക്ക അവിടെ ഒറ്റയ്ക്കാണ്, അവന് കാര്യങ്ങളൊന്നും അറിഞ്ഞുള്ളൂ. അവന് ഇവിടെ കിടന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഇനി എന്താവോ എന്തോ, പുതിയ ആൾക്കാരുമാണ്. അങ്ങ് എത്തിക്കാണൂടെ പോയി എത്താനുള്ള സമയമൊക്കെ ആടാ, 4 മണിക്കൂർ 5 മണിക്കൂർ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ആ 100 ആയിസടാ അവൻ വിളിക്കുന്നു. എടുക്കെടുക്ക് മോനെ അങ്ങ് ചെന്നോ നീ? എടാ അതൊന്നും കുഴപ്പമില്ല. ഇല്ലടാ അവളച്ഛൻ വന്നിട്ടില്ല. അവളാണെങ്കിൽ നീ വന്നിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട്. അവളെ കുറ്റം പറയാൻ പറ്റൂല. ഹേയ് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞങ്ങളിവിടെ തന്നെ ഉണ്ടാ. പെണ്ണൊറ്റയ്ക്കല്ലേ? ഇല്ലടാ ഞങ്ങൾ രാവിലെ പൊക്കോളാം, കുഴപ്പമില്ല. വെളിയിൽ ഇങ്ങനെ 2 പേരുടെ കാവലായിട്ട് ഇങ്ങനെ പോണ്ട്. ഇല്ല അകത്ത് ഉറക്കമാണ്, നല്ല ഉറക്കമായിരിക്കും. കുഴപ്പമില്ലടാ, അതൊന്നും പ്രശ്നമില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെടാ, ശരീരമൊക്കെ നോക്കിക്കോണേ. ആ ശരിടാ. അവിടെയും ടെൻഷൻ ഇവിടെയും ടെൻഷൻ. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ അല്ലേ അളിയാ? അല്ല ഇതാരായി പറയുന്നിട്ട് പ്രേമത്തിനെ പറ്റി സ്നേഹത്തിനെ പറ്റിയൊക്കെ? എടാ ഈ സ്നേഹവും പ്രേമമൊക്കെ മനസ്സിലാക്കാൻ പ്രേമിക്കണമെന്നൊന്നുമില്ല. ഒരു ദിവസം നീയൊക്കെ നോക്കിക്കോ, എനിക്കും വരും. എൻ്റെ സൂര്യമുണ്ടോ? എൻ്റെ അല്ല, ഞാൻ എടുത്തില്ല. ആവശ്യത്തിന് അല്ലെങ്കിലും കാണത്തില്ലേ? ആ ഞാൻ ടെൻഷൻ്റെ ഇതിൽ അതൊന്നും മാറ്റില്ല. ഈ തണുപ്പ് കൂടുന്നില്ല കുറയുന്നില്ലടാ. നീ ഇത്ര പെട്ടെന്ന് കാണുന്നാ? അതിന് മാത്രം നീ ഇവിടെ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ എടുത്ത് ആരെടുത്ത് വെച്ചത്? ജിബി ജിബി ആ മഹേന്ദ എവിടെ? മഹേന്ദ എവിടെ? എടാ അതല്ല ഞാൻ നിന്നോട് ചോദിക്കേണ്ടത്, നീ എന്താ ഇവിടെ? എടി അതൊന്നും ശരിയാവത്തില്ല. നീ നിന്റെ അച്ഛനെ വിളിച്ച് പറ, പുള്ളിക്കാരൻ വന്ന് വിളിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ ഞങ്ങളും ഉണ്ടാക്കാം. നീ പോയി റെഡിയാവും. നിങ്ങൾ എന്നെ ഒരിടത്ത് കൊണ്ടുപോകണ്ട, ഞാൻ ഒരിടത്ത് പോകുന്നുമില്ല. എൻ്റെ പൊന്നു മഹി ഇങ്ങനെ വാശി പിടിക്കല്ലേ.